അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് 33 ആയത്തുകളുടെ ഭാഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 34, 35 ഭാഗങ്ങളുടെ മനപ്പാഠവും തജ്വീദും അതേപോലെ ലഘുവിവരണവുമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. വഇദ് ഖുൽന, ഇവിടെ കാഫ് തഫ്ഹീം ചെയ്യണം. ലിൽ മലായിക്കത്തി, അവിടെ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ ഒന്നുകൂടി വിവരിക്കാം. ഒരു പദത്തിൽ ഷദ്ദുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടണം. അതിനെയാണ് മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ അവിടെ ഷദ്ദുള്ള അക്ഷരമുണ്ട്, അത് കഴിഞ്ഞ പാട് ഹംസയാണ് വന്നിട്ടുള്ളത്. മലായിക്കത്തി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ലി ആദമ ഫസജദൂ ഇല്ലാ, ഇവിടെ മദ് മുൻഫസിലാണ്. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാന അക്ഷരം ഷദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യ അക്ഷരം ഹംസയും ആയതിനാലാണ് ഇവിടെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നത്. ഇവിടെയും 4-5 ഹർക്കത്ത് വരെ നീട്ടണം. ഫസജദൂ കഴിഞ്ഞപാട് ഇല്ല, അവിടെ ഹംസയാണ്. അതേപോലെ ഇല്ല കഴിഞ്ഞപാട് അവിടെയും ഹംസയാണ്. പിന്നെയുള്ള നിയമം കൽക്കലയാണ്. ബാക്ക് സുക്കൂൻ വന്നതുകൊണ്ട് അവിടെ ചെറിയ ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. പിന്നെയുള്ളത് ഇസ്തക്ബറ, അവിടെ റ ഒന്ന് കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് മദ്ദുൽ അസ്ലിയാണ്. ഇവിടെ കാഫിരീൻ, അവിടെ ചെറിയ ഒരു അലിഫ് കാണാം. ഇവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ്ദു ഗാരിദു സുക്കൂൻ. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വൈദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം. ലിൽ മലായിക്കത്തി, മലക്കുകളോട്. സ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ. ലി ആദമ, ആദമിന്. ഫസജദൂ, എന്നിട്ടവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അബ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹംഭാവം നടിക്കുകയും ചെയ്തു. വകാന, അവൻ ആയിരുന്നു മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽ, അതായത് നിഷേധികളിൽ പെട്ടവൻ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥവും വേർഡ് ബൈ വേർഡ് അർത്ഥവും. ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ ഓതി പഠിക്കുക. അതേപോലെ ബൈഹാർട്ടായ ഭാഗങ്ങൾ നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡിൽ കാണാതെ ഓതി സേവ് ചെയ്ത് പിന്നീട് ഖുർആൻ എടുത്ത് ആ ഭാഗം നോക്കി ആ വോയിസ് കേൾക്കുക. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. എന്നാൽ നമുക്ക് ആരംഭിക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا
വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ. ഇനി ഒന്ന് കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. ഇനി കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ വഖുൽനാ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ വഖുൽനാ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ വഖുൽനാ. ഇനി കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്ക് ഈ ആയത്തിനെ യോജിപ്പിച്ചുകൊണ്ട് ഓതി നോക്കാം. ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ വഖുൽനാ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ വഖുൽനാ لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين وقلنا. ഇനി നമുക്ക് കാണാതെ ഓതി നോക്കാം. ഇനി നമുക്ക് ഈ ആയത്ത് ഒന്ന് മൊത്തത്തിൽ ഓതി നോക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَقُلْنَا. ഇനി നമുക്ക് കാണാതെ ഓതി നോക്കാം. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَٰذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ കാഫ്, അതേപോലെ റ, ഗോയിൻ ഇത് തഫ്ഹീം ചെയ്യണം, അത് കനപ്പിച്ചോദണം. പിന്നെയുള്ളത് മദ് മുത്തസിലാണ്. യാ ആദമു അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. പിന്നെയുള്ളത് ഇഖ്ഫാ, നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട താ വന്നതുകൊണ്ട് അവിടെ നൂനിനെ മറച്ച് വെച്ച്, അതായത് ഇഖ്ഫാ ചെയ്ത് മണിപ്പിച്ചുകൊണ്ട് ചേർത്തി ഓതണം. പിന്നെയുള്ളത് നൂനിന് ഷദ് വന്നതുകൊണ്ട് വാജിബുൽ ഗുന്നയാണ്, അത് നിങ്ങൾ 2 ഹർക്കത്ത് വരെ മണിപ്പിച്ച് ഓതണം.
ഇവിടെ ലാ തക്രബ, അവിടെ കൽക്കലുണ്ട്. കാഫിന് സുക്കൂൻ വന്നതുകൊണ്ട് ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. പിന്നെയുള്ളത് തഫ്ഹീം, റ, അതേപോലെ ല, അത് കനപ്പിച്ച് ഓതണം. പിന്നെയുള്ളത് മദ് അസ്ലി, ഹാദിഹി അവിടെയും അതേപോലെ ലാലിമീൻ അവിടെയും ചെറിയ അലിഫ് കാണുന്നുണ്ട്. അവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടി ഓതാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് ഗാരിലു സുക്കൂനാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തു നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരും എന്നും നാം ആജ്ഞാപിച്ചു. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വകുൽന, നാം പറയുകയും ചെയ്തു. യാ ആദമു, ആദമേ, ഇസ്കുൻ, നീ പാർത്തുകൊള്ളു. അൻത വസൗജക, നീയും നിന്റെ ഇണയും. അൽ ജന്നത, സ്വർഗത്തോപ്പിൽ. വകുല, 2 പേരും ഭുജിക്കുകയും ചെയ്യുക. മിൻഹ, അതിൽ നിന്ന്. റഗദൻ, സുഭിക്ഷം, വിശാലമായി. ഹൈസു ഷിഅ്തുമ, നിങ്ങൾ 2 പേരും ഉദ്ദേശിച്ചിടത്തു നിന്ന് ഉദ്ദേശിച്ച പ്രകാരം. വലാ തക്രബ, നിങ്ങൾ 2 സമീപിക്കുകയും അരുത്. ഹാദി ഈ ഷജറത, ഈ വൃക്ഷത്തെ. ഫതകൂന, എന്നാൽ നിങ്ങളായിത്തീരും. മിനൽ ളാലിമീൻ, അക്രമങ്ങളിൽ പെട്ടവർ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥവും. ഇനി നമുക്ക് ഇത് മനഃപ്പാടമാക്കാൻ നോക്കാം. വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത, വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത, വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത. ഇനി ഒന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ, വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ, വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇനി നമുക്ക് ഈ ആയത്ത് ഒരുമിച്ച് ഓതി നോക്കാം. വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ, വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ, വകുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ. ഇനി നമുക്ക് ഇതൊന്ന് കാണാതെ ഓതി നോക്കാം. ഈ ആയത്തിൻ്റെ ഈ ഭാഗം മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി, ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി, ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ, ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ, ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ. ഇനി കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്ക് ഈ ആയത്തിനെ
ഈ ആയത്തിൻ്റെ ഈ വരിയെ ഒന്ന് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാസിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാസിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാസിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ. നമുക്കിതൊന്ന് കാണാതെ നോക്കാം. ഈ വരി മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ആയത്തിനെ പൂർണ്ണമായും ഓതി നോക്കാം. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമാ. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما. ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ വരികയുള്ളൂ. ഇത് ബൈഹാർട്ട് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. നമുക്ക് ഇത് ബൈഹാർട്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. എന്നിട്ട് ആ ആയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തെ കാര്യം, ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ സമയത്ത് നിങ്ങൾ ആ ആയത്ത് തന്നെ ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതുക. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത്, സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ടു നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത്, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാനും പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. പിന്നെ ബൈഹാർട്ട് ആയതിനു ശേഷം മാത്രം നല്ല ഒരു ഖുർആൻ പാരായണത്തിൻ്റെ MP3, മിഷാരി അൽഫാസി പോലുള്ള നല്ല കാരിയുടെ ഒരു ഖുർആൻ MP3 കേൾക്കുക. നിങ്ങൾ പഠിച്ച ഭാഗങ്ങളുടെ ആയത്തിൻ്റെ MP3 കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേൾക്കേണ്ടത്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ
ഇന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 2 ആയത്തുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ ക്ലാസ്സുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.